ഹലോ. അപ്പോൾ ന്യൂ ഇയറിൻ്റെ തലേന്ന് രാത്രി നടന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു ഷോർട്സ് ഇടാമെന്ന് വിചാരിച്ചു. നമ്മൾ വേറൊന്നും ചെയ്തില്ല. ഏട്ടന്മാരും നമ്മുടെ അനിയന്മാരും അമ്മമാരൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് പേരുണ്ടായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നില്ല, കുറച്ച് പേരൊക്കെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും ചേർന്ന് നമുക്ക് ഫുഡ് വെച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. സംഭവം വെച്ച് വരുമ്പോഴത്തേനും 12 മണിയൊക്കെ ആയി ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേനും. അപ്പോൾ അമ്മമാരൊക്കെ നല്ല വൈബിലാണ്. ഞങ്ങൾ പിള്ളേർ കുറച്ച് പേര് മിണ്ടാതിരുന്നുള്ളൂ. പിന്നെ നമ്മുടെ തൊട്ട് വീട്ടിലെ നമ്മുടെ അജയ് ഏട്ടനാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. ആൾ ഹോട്ടൽ മാനേജ്മെൻറ്റൊക്കെ കഴിഞ്ഞ ആൾ ഷെഫാണ്. അപ്പോൾ ആളാണ് എപ്പോഴും എന്ത് പരിപാടിക്കും ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുക്കാൻ മറന്നുപോയി. നമ്മൾ ടൈം ആയപ്പോൾ ധൃതിയിൽ ചെയ്തതായിരുന്നു, കട്ട് ചെയ്ത്. അപ്പോൾ വീഡിയോസൊക്കെ എടുക്കാൻ മറന്നു. അപ്പോൾ പ്ലേറ്റ് കൊണ്ട് വെയിറ്റ് ചെയ്യാണ്. വിശന്നിരിക്കുകയാണ് നമ്മൾ. വൈകുന്നേരം ഇത് കാരണം വീട്ടിലൊന്നും വെക്കണ്ടെന്ന് പറഞ്ഞിട്ട് വീട്ടിലൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അതിന് നമ്മുടെ റൈസൊക്കെ ഇറക്കിയിട്ട് ഒരു സൈഡിലേക്ക്, ഇത് നമ്മുടെ വീടിൻ്റെ പരിസരമൊക്കെ തന്നെയാണ്. ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. വിശന്നിട്ട് എല്ലാവർക്കും ഭയങ്കര വിശപ്പായിരുന്നു. കാരണം ആ ഒരു 11 മണിയൊക്കെ കഴിഞ്ഞു. ഈ ഒരു സമയം 11 മണിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഞാനും പ്ലേറ്റും കയ്യിൽ പിടിച്ചിട്ട് നിൽക്കാൻ തുടങ്ങി കുറേ നേരമായി. അപ്പോൾ കുറേ നേരം വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഫുഡ് ഇങ്ങനെ പൊട്ടിക്കാമെന്ന് വിചാരിച്ച്, എപ്പോഴാണ് ഫുഡ് എടുക്കുക എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കാറുണ്ട്. അനിയനാണ്, അടുത്ത വീട്ടിലെ അനിയനാണ്, പൂസ് എന്നാണ് ഞങ്ങൾ വിളിക്കുക. അപ്പോൾ അവൻ്റെ കൂടെയും കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് പട്ടി ഷോ ഒക്കെ കാണിച്ച് അവിടെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്യായിരുന്നു. പിന്നെ ഇതിൻ്റെ ബെസ്റ്റ് വൺ, ഞങ്ങൾ ഒരു നാല് പേരുണ്ട്, അതിലൊരാളാണ്. അപ്പോൾ ഞങ്ങളുടെയും കുറച്ച് പട്ടി ഷോ ഒക്കെ നൈറ്റല്ലേ, ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കാം എന്ന് വിചാരിച്ച് കറങ്ങലും പിടിക്കലും ഒക്കെ ആയിരുന്നു. വീഡിയോ ഒക്കെ എടുത്തു. അപ്പം സ്റ്റിൽ വെയിറ്റിംഗ് ഫുഡിന് വേണ്ടിയിട്ടായിരുന്നു. അത് വേറെ ഒന്നുമില്ല, ചിക്കൻ കറി, പിന്നെ മന്തി റൈസ് പോലെ ആൾ വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏട്ടൻ വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഫുഡ് തുറന്ന് എല്ലാവരും കൂടി വെയിറ്റ് ചെയ്യാണ്. ഫുഡ് തുറന്നു, ഫുഡ് ഓപ്പൺ ചെയ്തു. ആ പാത്രമൊക്കെ അങ്ങനെ തുറക്കുമ്പോൾ ഭയങ്കര മണമുണ്ടായിരുന്നു. പക്ഷേ തുറന്നപ്പോൾ റൈസ് അധികം വെന്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെയും അത് കുറച്ച് വേവാനായിട്ട് വെച്ചിട്ട് നമ്മുടെ പാലത്തിൻ്റെ താഴെ പോയി അപ്പുറത്തുള്ള കുട്ടികളിങ്ങനെ കൊട്ടാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ന്യൂ ഇയറിന് കുറച്ച് കുട്ടികളിങ്ങനെ പാട്ടൊക്കെ കൊട്ടിയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു, പാത്രങ്ങളൊക്കെ കൊട്ടിയിട്ട്. അതിനുശേഷം പിന്നെ ഫുഡൊക്കെ റെഡിയായി, ഫുഡ് ഓപ്പൺ ചെയ്തു. ഭയങ്കര വിശന്നിട്ടിരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ ജലദോഷമായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ നമ്മളിങ്ങനെ അന്നദാനത്തിന് അല്ലെങ്കിൽ ഇങ്ങനെ വർക്ക് സൈറ്റിലൊക്കെ ഫുഡൊക്കെ കൊടുക്കുന്ന, നിറയെ ആൾക്കാർക്ക് ഫുഡൊക്കെ കൊടുക്കണമല്ലോ, ആ ഒരു ടൈപ്പിലായിരുന്നു. എല്ലാവരും കൂടി ഇങ്ങനെ തണുപ്പൊക്കെ ആയത് കാരണം തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മുടെ റോഡ് സൈഡ് തന്നെ, നമ്മുടെ ആ ഒരു വീട്ടിൻ്റെ സൈഡ് തന്നെ ഇരുന്ന് നെക്സ്റ്റ് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ കേക്കും കട്ട് ചെയ്തു. എല്ലാവരും കൂടെ നല്ല സെറ്റായിട്ടായിരുന്നു, വൈബായിട്ടായിരുന്നു സത്യം. നമ്മളിങ്ങനെ കുറേ പേര് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കേക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ പിരിഞ്ഞു. കാരണം സംഭവം ഇതിൽ കുറേ പേര് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേര് മിസ് ചെയ്തിട്ട്. നമ്മൾ ഒരുപാട് പേരുണ്ട് ഇവിടെ, കുറേ പേരെ മിസ് ചെയ്തു. എൻ്റെ ചേച്ചീനെയൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. തുള്ളിമോളുടെ 2ാമത്തെ ന്യൂ ഇയർ ആയിരുന്നു, അവളെയൊക്കെ മിസ് ചെയ്തു. കുഴപ്പമില്ല, നമ്മളുള്ളവർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആഘോഷിച്ചു.